എൻമൈൻസ് വേറെ ഏതെങ്കിലും കൺട്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുറേ എൻക്വയറി ഉണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പോയ സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് വരാറുണ്ട്. ഇപ്പോൾ ഇത് എൻമൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ജർമ്മനി മാത്രമാണ് അല്ലേ. എൻമൈൻസ് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഡിവിഷൻ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ എല്ലാ കൺട്രീസും ചെയ്യുന്നുണ്ട്. UK ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്, അയർലൻഡ് ചെയ്യുന്നുണ്ട്, ചില കേസുകളിൽ നമ്മൾ സ്വീഡൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ കൺട്രീസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. UK കേസിലേക്ക് വരികയാണെങ്കിൽ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന പോലെ അല്ല ഇപ്പോൾ UK സിറ്റുവേഷൻ. ഇൻ റിയാലിറ്റി നമുക്ക് എങ്ങനെ അതിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ? സംഭവമല്ല, സത്യമാണ്. UK പറയുന്ന പോലെ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ജോബ് കിട്ടാൻ, പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, പല കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഓൺ എ ബ്രൈറ്റർ സൈഡ് ഇപ്പം നമ്മളുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനാരിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടേത് UK അവരൊന്നും ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഇൻഫ്ലേഷനും വാറിൻ്റെ സിനാരിയോ ഒക്കെ അവരൊക്കെ ബാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഓൾ ഐ അഗ്രി ടു ഇറ്റ്. പക്ഷേ ഇത്ര പറയുന്ന ഒരു വേഴ്സ്റ്റ് സിനാരിയോ ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടല്ലോ, അതിന് അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് UK കാണുന്നുണ്ട്. പിന്നെ ഈ ഹോട്ടൽ സൈഡിലേക്ക് വരുന്ന, അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത്, കൾണറി സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് UK ഈവൻ നല്ല സ്കോളർഷിപ്പോട് കൂടിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവിടെയുണ്ട്. ഇതിനെ പറ്റിയിട്ടൊന്ന് പ്രോപ്പറാക്കിയിട്ട് മനസ്സിലാക്കി എങ്ങനെ ഇത് നേടിയെടുക്കാം എന്നുള്ളൊരു പ്ലാനിങ് കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് UK സ്റ്റിൽ ക്യാൻ ബി കൺസിഡേർഡ്. ഡെഫിനറ്റ് ആയിട്ടും ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്.